രാജ്യത്ത് അനന്തരാവകാശ നികുതി ഒഴിവാക്കിയതിനു പിന്നിൽ രാജീവ് ഗാന്ധിയുടെ സ്വാർത്ഥതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടികൾക്ക് സാമ്പത്തിക ലാഭം നേടാനായി അവകാശ നികുതി എടുത്തു കളഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം അയോധ്യ പരാമർശത്തിൽ പ്രധാനമന്ത്രിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചു. ക്ഷേത്രവും കർത്താപൂർ ഇടനാഴിയും പരാമർശിച്ചതിൽ തെറ്റില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ കോളുകൾ അശോക് ഗെഹ്ലോട്ടിൻ്റെ നിർദ്ദേശപ്രകാരം ചോർത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ലോകേഷ് ശർമ്മ. ഇത്തരത്തിൽ സമ്പൂർണ്ണമായൊരു വാർത്താദിനം തന്നെയാണ് ഇന്ന് കടന്നുപോയിരിക്കുന്നത്. ഇനി വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യത്ത് അനന്തരാവകാശ നികുതി ഒഴിവാക്കിയതിന് പിന്നിൽ രാജീവ് ഗാന്ധിയുടെ സ്വാർത്ഥത എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുലിനും പ്രിയങ്കയ്ക്കും വരുണിനുമാണ് ഇന്ദിരാഗാന്ധി ഭൂസ്വത്തുകളുടെ അനന്തരാവകാശം നൽകിയത്. 1984 ഇന്ദിരാഗാന്ധി മരിച്ചു. 85 ബജറ്റിൽ രാജീവ് ഗാന്ധി അനന്തരാവകാശ നികുതി ഒഴിവാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1985 ബജറ്റിലാണ് അനന്തരാവകാശ നികുതി ഒഴിവാക്കിയത്. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പേരക്കുട്ടികൾക്ക് ലഭിച്ച സ്വത്തിൽ നികുതി ബാധ്യത ഒഴിവാക്കാനായിരുന്നു നടപടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. और व्यापक रूप से चर्चा थी कि जब इंदिरा जी नहीं रही और उनके बेटे राजीव गांधी जी को ये प्रॉपर्टी मिलने की थी, लिख करके गई थी, तो अब सरकार को पैसा चला ना जाए, प्रॉपर्टी को बचाना था, तो इन्होंने क्या कर दिया, उस प्रॉपर्टी को बचाने के लिए अपनी माता इंदिरा गांधी से मिले हुए पैसों को बचाने के लिए उस समय के प्रधानमंत्री श्रीमान राजीव गांधी ने अपनी संपत्ति बचाने के लिए पहले जो इनहेरिटेंस कानून था उसको समाप्त किया और खुद के पैसे बचा लिए. $1,73,000 വിലമതിക്കുന്ന സ്വത്താണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അത്തരത്തിൽ ഒഴിവാക്കിയ നികുതി പുനഃസ്ഥാപിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. സ്വന്തം താൽപ്പര്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ നികുതി ഘടനയെ തന്നെ അട്ടിമറിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിക്കുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. നാഷണൽ ഡെസ്ക്, ജനം.